ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ പെട്ടെന്നൊരു ബിരിയാണി റെഡിയാക്കിയാലോ? ബിരിയാണി ചിക്കൻ ബിരിയാണി ആക്കിയാലോ? അതല്ലേ നല്ലത്. നമുക്ക് ബസ്മതി റൈസ് എടുക്കാം. അത് ഏകദേശം ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ 1.5 കിലോൻ്റെ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഒരു പാത്രത്തിൽ അളവെടുത്തിട്ട് നമ്മളത് നന്നായി കഴുകുകയാണ്. കഴുകിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് മസാല, ഗരം മസാല എടുത്ത് അതിലെ ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ വറുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് 6 kg നെയ്യിൽ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകിയെടുത്ത റൈസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ആ നെയ്യിൽ തന്നെ, ജസ്റ്റ് 6 kg നെയ്യിൽ തന്നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ഇതാക്കിയെടുക്കുന്നു. പിന്നെ അതൊന്ന് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലിടുന്നത് കേട്ടോ. കഴുകിയതിന് ശേഷം വെള്ളം ഒന്ന് വാർത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ റൈസ് എടുത്തത് അതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കരടൊക്കെ പൊങ്ങി കിടക്കുന്ന പോലെ ഇതൊക്കെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ കറുകപ്പട്ടയുടെ ഇല എന്ന് പറയും, അത് ഇല ഒന്ന് നാലായിട്ട് കീറുക. അതുപോലെ പച്ചമുളക് ഇടുന്നെങ്കിൽ ഇടാം കേട്ടോ, ഒരു 2 പച്ചമുളക് അങ്ങനെ ഇടാം. കുഞ്ഞു കുട്ടികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ്, ക്യാരറ്റ്, ഗ്രീൻ ബീൻസ് ഒക്കെ അരിഞ്ഞതും, ക്യാരറ്റ് അരിഞ്ഞ് കുഞ്ഞാക്കി അരിഞ്ഞതും, അതുപോലെ ബീൻസ് ഉണ്ടല്ലോ, ഗ്രീൻ ബീൻസ് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അരി വേവുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഉപയോഗിക്കും കേട്ടോ. അപ്പം അതും ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ വയ്ക്കുക. നാരങ്ങ നീര് പിരിയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റുകളിനെ ഒട്ടലില്ലാതെ അങ്ങനെ വിടർന്നിങ്ങനെ കിടക്കാനാണ്, ഒന്ന് ഉതിർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. ചിക്കൻ നമുക്ക് വറുത്ത് വയ്ക്കാം. അത്രയും വെച്ചിട്ട് മൂടി വെച്ചാൽ ചിക്കൻ നമുക്ക് വറുത്ത് അതിന് ശേഷം അതിലുള്ള നമ്മളെ നെയ്യും ഇതൊക്കെ ആയിട്ട് ഒരു എണ്ണ കിട്ടുമല്ലോ, ആ എണ്ണയിൽ തന്നെ നമുക്ക് സവോള നന്നായി വാട്ടി ഒരു എന്താ പറയുക, ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഒരു 2 തക്കാളി മുറിച്ചതിലിടാം. ഇത് ഏകദേശം ഞാൻ വയ്ക്കുന്നത് ഏകദേശം 1.25 കിലോ ഉള്ള ചിക്കനാണ്. ചെറിയ പീസാക്കിയിട്ട് എടുക്കുക, കുട്ടികൾക്കായതുകൊണ്ട് ചെറിയ പീസാക്കിയിരിക്കുന്നത്. പിന്നെ പച്ചമുളക് കീറിയിടാം. ഇത് വീട്ടിലുണ്ടായതാണ്, നല്ല എരിവുള്ള മുളക്, അതാണ് നല്ലത്. അപ്പം അത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അത് മിക്സ് ആയതിന് ശേഷം നല്ല കളറായി വരുമ്പോൾ നമുക്ക് ഇത് ഇറച്ചി മസാല കൂട്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഉപ്പ്, മുളക്, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കറിവേപ്പിലയാണ്. നന്നായി കഴുകി കറിവേപ്പില ഇട്ടു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ മുളക് പൊടിയും 2 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനായിരിക്കും ഇടാം, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇത് നന്നായി ഇളക്കി ആ മസാല നന്നായി മിക്സാക്കാം. നമുക്ക് മിക്സാക്കി ഉപ്പിട്ടിട്ടാണ് അപ്പം വറുത്തിരിക്കുന്നത്. ഉപ്പിട്ട് കുറച്ച് നേരം നമ്മൾ മെയിൻ്റനൻസ് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് മാഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പം വറുത്തെടുത്തത്. ആ വറുത്തെടുത്തത് ഈ മസാലയൊക്കെ ഇട്ട് നന്നായി യോജിപ്പിക്കുക. നമ്മൾ മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് ഏകദേശം നന്നായി വേവായി സെറ്റായി ഇരിക്കുമ്പോൾ നമുക്ക് മല്ലിയിലയിട്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയാവും. ഒക്കെ കുഞ്ഞു പീസുകളാട്ടോ, കുഞ്ഞു പീസുകളാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇങ്ങനെ അധികം ഇല്ലാത്തതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ ചട്ടി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സവോള നന്നായി വാട്ടാണ്. അത് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിടാൻ വേണ്ടിയിട്ടാണ് ഈ വറക്കുന്നത്. ഇത് നമ്മൾ ഏകദേശം ഗോൾഡൻ കളറാകുമ്പോൾ ഒന്ന് സ്റ്റിഫായിട്ട് ഒരു വടി പോലെയൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വറവ് നിർത്തി നമുക്ക് വറുത്ത് കോരിയിട്ട്, പിന്നെ നമുക്ക് കാഷ്യൂനട്ടും ഒക്കെ വറക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മുന്തിരി ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ, ഇത് നെയ്യിലാണ് കേട്ടോ വറക്കുന്നത്. നെയ്യിൽ നമുക്ക് വറുത്തെടുക്കാം. 6 kg നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലിങ്ങനെ വറുത്തെടുക്കാം. ഈ റൈസിൽ വേണമെങ്കിൽ നമ്മൾ റൈസ് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ അരി വേവിക്കുമ്പോൾ കളർ കൊടുക്കണം. നമുക്ക് വൈറ്റ് റൈസ് മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഇടാതിരുന്നത് കേട്ടോ. നമ്മൾ ഉണക്കമുന്തിരി നമ്മൾ വറുത്തെടുത്തു. അതുപോലെ തന്നെ കശുവണ്ടി കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഏകദേശം ഒരു യെല്ലോ കളറാകുമ്പോൾ നമുക്കത് വറുത്തെടുക്കാം.
അതാ നമുക്ക് വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഈ കളർ മതി, ഇതിൽ കൂടുതൽ പാകത്തിന് വിടരുത്. പിന്നെ നമ്മൾ അടുപ്പിലാണ് നമ്മൾ ശരിയാക്കിയത്. അപ്പോൾ നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ആ ലീഫൊക്കെ എടുക്കുന്നത് മറ്റേ കറുവപ്പട്ടയുടെ മറ്റേ ഇലയാണ്. അത് ആ ലീഫൊക്കെ എടുത്ത് കളയാം കേട്ടോ, സ്മെല്ലിന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ മാത്രം എസൻസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം, ആ മണത്തിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഒക്കെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞിട്ടോ, ബിരിയാണിയൊക്കെ ചിക്കനൊക്കെ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. സർലാസും ചിക്കനും ചിക്കൻ കറിയാണ് ഞങ്ങൾ സെറ്റാക്കിയത്.